നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, സ്പെയിൻ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി മൈക്കൽ ഒയർസബാലും പെഡ്രോ പോറോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഒയർസബാലിൻ്റെ ഗോള് പെനാൽറ്റിയിലൂടെയായിരുന്നു. 2 വമ്പൻ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യമാണ്, ഏറ്റവും കുറച്ച് മിസ്റ്റേക്ക് ആര് വരുത്തുന്നുവോ അവർ വിജയിച്ച് കയറുമെന്ന്. 22-ാമത്തെ മിനിറ്റിൽ വരുത്തിയ മിസ്റ്റേക്ക്, ലുക്കാസ് ദിഗ്നയുടെ മിസ്റ്റേക്ക്, അവിടെ കിട്ടി പണി ഫ്രാൻസിന്. പിന്നെ ഒരു തിരിച്ചുവരവുണ്ടായില്ല. ഈ മത്സരത്തിൽ ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കിലിയൻ എംബാപ്പയും ബർക്കോളയും ഒലീസയും ഡംബലയും ഒക്കെ ഒരുമിച്ചാണ് ഇരുന്നത്. അപ്പോൾ മറുഭാഗത്ത് ബെയ്നയും ഒയർസബാളും ലാമിൻ യമാലും ഡാനി ഓൽമോയും എല്ലാവരും ചേർന്നുകൊണ്ടാണ് മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 22-ാമത്തെ മിനിറ്റിലാണ് ലുക്കാസ് ദിഗ്നയുടെ മിസ്റ്റേക്ക്. അദ്ദേഹം ബോൾ എടുത്ത് കിക്ക് ചെയ്ത് അടിച്ചകറ്റാൻ ശ്രമിച്ചതാണ്. പക്ഷേ അപ്പോഴേക്കും യമാൽ അങ്ങോട്ടേക്ക് വന്നു. കിക്ക് കൊണ്ടത് യമാലിന് റഫറി പെനാൽറ്റി വിധിച്ചു. പെനാൽറ്റി ബോക്സിൽ വെച്ച് നടന്ന സംഭവമാണ്, അതുകൊണ്ട് പെനാൽറ്റി വിധിച്ചു. വളരെ മികച്ച രൂപത്തിൽ ഒയർസബാൽ അത് വലയിലേക്ക് അടിച്ചു കയറ്റി. 1-0 തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഫ്രാൻസ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ വളരെ മനോഹരമായിട്ട് കളിച്ച സ്പെയിന് അതിനെ മറികടക്കിയായിരുന്നു. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 1 ഗോളിന് സ്പെയിന് മുന്നിലാണ്. 2ാം പകുതിയിൽ ഫ്രാൻസ് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തവേ മനോഹരമായിട്ട് പെഡ്രോ പോറോ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. അത് ഒൽമ കൊടുത്തൊരു പാസ്, ഫ്രാൻസിൻ്റെ ഡിഫൻസിനെ പൊളിച്ചുകൊണ്ട് കൊടുത്ത ആ പാസ് പെഡ്രോ പോറോ വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു സംഭവം പറയാൻ വിട്ടുപോയി. അതായത് ആദ്യ പകുതിയിൽ തന്നെ സാലിബക്ക് പരിക്ക് പറ്റി പുറത്തു പോവേണ്ടി വന്നത് ഫ്രാൻസിനെ തിരിച്ചടിയായിരുന്നു. എന്തായാലും 58-ാമത്തെ മിനിറ്റിൽ പോറോയിലൂടെ 2ാം ഗോൾ സ്പെയിൻ നേടിയതോടുകൂടി ഫ്രാൻസിൻ്റെ പിടി വിട്ട് കഴിഞ്ഞിരുന്നു. പിന്നെ കളി പുരോഗമിക്കവെ തിരിച്ചടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒലീസയൊക്കെ പിൻവലിക്കുന്നുണ്ട്. അതിന് പകരം ചെറുക്കിയെ കളിക്കളത്തിലേക്ക് വിടുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കി. പക്ഷേ ഒരു ശ്രമവും ഫലവത്തായില്ല. ഒടുവിൽ ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ വിജയവുമായിട്ട് സ്പെയിൻ ഇതാ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.